പിന്നെ ഇനി ഷഹബാസിനെ പറഞ്ഞില്ലേ, ഷഹബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയേണ്ടി, എനക്കൊന്നുമില്ലാന്ന് തന്നെ പറയേണ്ടി. ഇവൻ എന്തേ തടവിന് തല്ലൊന്നും അറിയൂലേ. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ട് തന്നെയല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് കൊടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല, അതിൽ തന്നെ ഓനൊന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണെന്ന് വെച്ചൊക്കെ തല്ലിനെ ചത്തു പോയി. എന്തേ തടവാൻ ഒന്നുമില്ല. ഞങ്ങളൊരു 5 ആൾ, ഓല് പരുന്നറുണ്ട് സ്കൂള്, MJ എല്ലാവരും ഒരു 50 ആൾക്കാർ, 30-40, 50 ഇല്ല 30-40 ആൾക്കാർ, ഞങ്ങൾ ഒരു 5 ആൾ. എന്ത് ചെയ്തു കിട്ടലാക്കി. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശമാണ് ഇത്. തനിക്ക് വൃത്തിയായി തല്ലാൻ പോലും കിട്ടിയില്ല, കണ്ണിന് ഒരു 5 കുത്താനാണ് സാധിച്ചത്, അപ്പോഴേക്കും അവൻ തീർന്നു പോയി, അവന് തിരിച്ച് തല്ലാൻ അറിയില്ല എന്നുള്ളതാണ് ആ ശബ്ദ സന്ദേശത്തിലുള്ളത്. എത്രത്തോളം ക്രൂരമാണ് ആ മാനസികാവസ്ഥ എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നതിനെക്കുറിച്ചും ക്രൂരമായി ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്ന മനോവ്യവസ്ഥയിലേക്ക് ആളുകൾ മാറുകയാണ്. ദിൽഷ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ദിൽഷ, ആ ശബ്ദ സന്ദേശം തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കുട്ടികളുടെ മനസ്ഥിതി എത്രത്തോളം മാറിയിരിക്കുന്നു, എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്നതാണ്. എന്തായാലും ദയനീയമായ സംഭവമാണ് അതിനുശേഷം നടന്നിരിക്കുന്നത്. ഷഹബാസിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഏത് രീതിയിലാണ്? കൾ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു കേസല്ല ഇത്. കാരണം ആ ശബ്ദ സന്ദേശത്തിൽ നിന്നും വളരെ വ്യക്തമാണ് കുട്ടികൾ കുട്ടികളുടെ ഒരു മനോഭാവം തന്നെ വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. തനിക്കൊന്ന് ഷഹബാസിനെ കാര്യമായിട്ട് മർദ്ദിക്കാൻ കിട്ടിയിട്ടില്ല, താൻ ഒന്ന് കൈവച്ചപ്പോഴേക്കും കണ്ണിന് 4 കുത്തു കൊടുത്തപ്പോഴേക്കും അവനില്ലാതായി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നലെയോടുകൂടി ഈ പ്രതികളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. എന്നാൽ ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി ജുവനൈൽ കമ്മീഷന് മുമ്പ്, വെള്ളിമാടുകുന്ന ജുവനൈൽ കമ്മീഷന് മുമ്പ് ഈ 5 പ്രതികളെയും ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഷഹബാസിന്റെ വീട്ടിലാണ്. ഇവിടെ കുറച്ച് നാട്ടുകാരുണ്ട്, നമുക്ക് അവരോട് തന്നെ കൂടുതൽ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ഈ സംസ്കാരം അതുപോലെ തന്നെ പൊതുദർശനം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അവിടെ നമ്മുടെ താമരശ്ശേരി ചുങ്കം കെടവൂർ മദ്രസയുണ്ട്. ആ മദ്രസയിലൊരു പൊതുദർശനമാണ് ഉദ്ദേശിച്ചത്. അവിടെ ആ ദർശനത്തോടു കൂടിയാണ് അവിടെ കഴിയുള്ളൂ. അതിന് മുമ്പേ അവർ വീട്ടിലോട്ട് പോകും, അല്ലേ, ഒന്ന് വീട്ടിലുള്ള ആളുകളെ ഒന്ന് കാണിക്കും. ഇവിടെ ഇപ്പോൾ ഉള്ള ഈ വീട്ടിൽ ഒന്നും ഇല്ല. ഇവിടെ ആരും വരേണ്ട ആവശ്യമില്ല. ശരിക്കും വരേണ്ട ആളുകൾ പൂർണ്ണമായിട്ടും വരേണ്ടത് ഇതിന് അന്ത്യോഗ അർപ്പിക്കാൻ ഉള്ള ആളുകൾ, ഒരവസാനം നോക്കിക്കാണാനുള്ള ആളുകൾ താമരശ്ശേരി ചുങ്കത്തുള്ള കടവൂർ മദ്രസയിൽ എത്തുക. അത് ടൈമൊന്നും നമുക്കിപ്പം പറയാൻ കഴിയില്ല. അത് ഹോസ്പിറ്റലിലെ സംസ്കാര ചടങ്ങ് അവിടെ പള്ളിയിൽ തന്നെയാണ്, കടവൂർ ജമാഅത്ത് പള്ളിയിലാണ് ഉണ്ടാവുക, ചുങ്കത്തുള്ള. അവര് തറവാട് വീട് അവിടെയാണ്. പിന്നെ ഇപ്പോൾ വീണ്ടും കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ വിദ്യാർത്ഥികളുടെ തന്നെ. അതെ, അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇത് എന്തോ ഒരു ഗൂഢാലോചന നന്നായിട്ട് നടന്നിട്ടുണ്ട്. അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രത്യേകം ക്രിയേറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ട്രെയിൻഡാണ് ഇവർ. അത്രയും ഈ പരിചയ സമ്പന്നരായിട്ട് മാറിയിട്ടുണ്ട് ഇതിന് വന്ന ആളുകൾ എന്നാണ് ഇതിന് മനസ്സിലാക്കാനുള്ളത്. കാരണം കൊച്ചിൻ്റെ ശരീരത്തിൽ എവിടെയും പുറത്ത് കാണത്തക്ക ഒരു പരുക്കുമില്ല. അതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എന്തുണ്ട് സംഭവം? നമ്മൾ നാട് ഉണരേണ്ടിയിരിക്കുന്നു, നാട്ടുകാർ ഉണരേണ്ടിയിരിക്കുന്നു, മേലാധ്യക്ഷന്മാർ ഉണരേണ്ടിയിരിക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൽ ഇടപെടേണ്ടിയിരിക്കുന്നു, ഭരണകൂടം വേണ്ട ഗൗരവത്തിൽ ഇത് കാണേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മളെ നാടിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഒരു കൂട്ടായ്മയും കേരളത്തിന്റെ ആ സാഹോദര്യവും എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? കാരണം ഇന്നലെ രാത്രിയോട് കൂടി 5 പേരും വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. സത്യത്തിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു അതാ മനസ്സിലാവാത്തത്. ഇതിന്റെ ഗൗരവം എന്തുകൊണ്ട് അന്ന് പോലീസിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ്. അതെന്തുകൊണ്ട്? അതൊക്കെ അന്വേഷണ വിധേയമായിരിക്കണം. പൂർണ്ണമായിട്ട് അന്വേഷണ വിധേയമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കണം.
തീർച്ചയായിട്ടും ലാൽകൃഷ്ണ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ കാര്യമായിട്ട് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വീണ്ടും ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നു. ഇത്രയും വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ട് കൂടി ഇന്നലെ അവരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എന്തായാലും 5 പേരും കസ്റ്റഡിയിലുണ്ട്. ഇവരെ 5 പേരെയും 11 മണിയോടുകൂടി ജുവനൈൽ കമ്മീഷന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിയമ നടപടികൾ ഏത് രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം കർശനമായ നടപടികൾ വേണം. ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഓരോ സംഭവം വരുമ്പോഴും നമ്മൾ പറയുന്നതാണ് ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകരുത് എന്നുള്ളത്. പക്ഷേ അത് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അതിൽ നിയമപരമായ കർശനമായ നീക്കങ്ങൾ നിയമപാലകരുടെ ഭാഗത്തുനിന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ വേണം എന്നുള്ളതാണ്. കുട്ടികൾ തന്നെയാണ്. പക്ഷേ കയ്യിൽ നിന്ന് പോയത് അല്ലെങ്കിൽ കയ്യിലിരിപ്പ് അത്തരത്തിലായിരുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്ന ഒരു കുട്ടിയുടെ ഒരു സഹപാഠിയുടെ ജീവനെടുക്കുന്ന നിലയാണ് ഉണ്ടായത്.